ഇന്ന് നമുക്ക് ചിക്കനും കിഴങ്ങും ചീസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം എല്ലൊന്നും ഇല്ലാതെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഒരു ചട്ടിയിൽ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഇത് 1/2 കപ്പോളം വരും. ഒരു പച്ചമുളക് അരിഞ്ഞത്, 3/4 ടീസ്പൂൺ ക്രഷ് ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്. ഇതൊരു 3/4 കപ്പോളം വരും. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് ചീസ് ഉണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ചിക്കൻ്റെ കൂട്ട് നമ്മൾ ബ്രെഡിൽ വെച്ചാണ് പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ ബ്രെഡ് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. ഇനി ബ്രെഡ് ചൂടോടുകൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ബ്രെഡിൻ്റെ 4 സൈഡിലും വിരലിൽ അല്പം വെള്ളം നനച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ്റെ കൂട്ട് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഈ 2 സൈഡിലും ചെറുതായിട്ടൊന്ന് നനച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി 2 മുട്ട ഒരല്പം ഉപ്പും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ ഒരു 5-6 ബ്രെഡ് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ചെറിയൊരു തരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്തിട്ട് ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡിലും ഒന്ന് മുക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടും. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ മൊരിഞ്ഞു വരും. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ചീസ് റോളാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.